അടൂർ ഗോപാലകൃഷ്ണൻ അങ്ങേരിപ്പം സോഷ്യൽ മീഡിയയിൽ കിടന്ന് പൊന്തിച്ച് കളിച്ചുകൊണ്ടിരിക്കുക. അങ്ങേർക്ക് ഈ പ്രശ്നങ്ങളിലൊക്കെ ഇൻവോൾവ് ആകേണ്ട ഒരാവശ്യമില്ല. അദ്ദേഹം കുറേ നാളുകളായി പറയുന്ന കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതും ഈ SC/ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരോട് പുള്ളി ഒരു വേർതിരിവ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്താണോ എന്നറിയത്തില്ല. അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ അവോയ്ഡ് ചെയ്യാവുന്ന കാര്യമാണ്. സമൂഹം ഒരുപാട് മാറി. പുള്ളി വളർന്നു വന്ന സാഹചര്യമല്ല ഇന്നത്തെ ഒരു സാഹചര്യം. ഇന്നിപ്പം ഒരു മൊബൈൽ ഫോണിൽ വരെ നമ്മൾ ദൃശ്യങ്ങൾ പകർത്തുന്ന, നമുക്കറിയാം കഴിഞ്ഞിടയ്ക്ക് ഉണ്ടായ പല സിനിമകൾ ആപ്പിൾ ഐഫോണിൽ പകർത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് പല ഷോട്ട്സിൽ വെച്ചിരിക്കുന്നത്. പൂർണ്ണമായിട്ടും സിനിമ ചെയ്ത ആൾക്കാരും ഉണ്ട്. അതാ ഫോൺ മാത്രമല്ല, അതിൻ്റെ അകത്ത് ലെൻസ് കണക്ട് ചെയ്യും, ഒരുപാട് സാധനങ്ങൾ വെക്കുന്നുണ്ടല്ലോ. വെറുതെ ഫോണെടുത്ത് ഷോട്ടാണെന്നില്ല, അത് വേറെ കാര്യം. കുട്ടികൾക്ക് പോലും ഷോട്ട്സ് എന്താണെന്നും ലെൻസ് എന്താണെന്നും അത്യാവശ്യം അറിയാം. എല്ലാവരെയും അല്ലേ പറയുന്നത്, ഒരു വലിയ വിഭാഗം ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ഇൻട്രസ്റ്റ് ഉള്ളവരാണ് ഈ സിനിമാ മേഖലയിലോട്ട് വരുന്നതും ഷോർട്ട് ഫിലിം മേക്കിങ്ങും വ്ളോഗേഴ്സായിട്ടൊക്കെ വരുന്നത്. SC/ST വിഭാഗത്തിൽ വരുന്നവരോട് മാത്രം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വിഷമം വരുന്നൊരു കാര്യമാണ്. അടൂറിനെപ്പോലെ ഒരാൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പം സൂക്ഷിക്കണം. കാരണം അടൂർ പറയുന്ന കാര്യങ്ങൾ പബ്ലിക് സ്പേസിലോട്ട് കൂടുതലായിട്ട് ഇൻവോൾവ് ആകുന്നു. പബ്ലിക് അത് ശ്രദ്ധിക്കും. അങ്ങനെ ഒരു ശ്രദ്ധ വന്നു കഴിഞ്ഞപ്പം അടൂറിൻ്റെ വില തന്നെ നശിപ്പിക്കുകയാണ്. അപ്പം പല ഭാഗത്തു നിന്നും എതിർപ്പ് വന്നു പുള്ളിയോട് യോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടൊക്കെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. കൊടുക്കുന്ന ഒരു വളമെടുക്കാൻ കൊടുക്കുന്ന തുക 1.5 കോടി രൂപയാണ്. ഇത് ഞാൻ ഒരിക്കലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുക്കാൻ പറഞ്ഞു, ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ള വഴി ഉണ്ടാക്കുകയാണ് ഗവൺമെന്റ്. ബഹുമാനപ്പെട്ട സാമ്പത്തിക ധനകാര്യ മന്ത്രിക്ക് അറിയാം. പക്ഷെ അത് യാതൊരു മാറ്റം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ ഇവരെ തിരഞ്ഞെടുക്കുമ്പോഴേ വളരെ നിർബന്ധമായിട്ട് എനിക്കൊരു ശുപാർശ ചെയ്യാനുണ്ട്. ഷെഡ്യൂൾ കാസ്റ്റ്പ്പെട്ട ആളുകൾ നല്ലൊരു അതിന്റെ പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ്, അതിന്റെ ഉദ്ദേശം വളരെ നല്ലതാണ്. പക്ഷെ അവർക്ക് കുറഞ്ഞതൊരു 3 മാസത്തെ ഇന്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം, പരിശീലനം കൊടുക്കണം സിനിമ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതിന്. അപ്പോൾ ഒരാൾ സിനിമയായിട്ട് ഒരു താല്പര്യമായിട്ട് വരുന്നു, അപ്പോൾ അയാളെ വെറുതെ സിനിമ എടുത്തു എന്ന് പറഞ്ഞുകൂടെ അയാളെ ഒരു രീതിയിലുള്ള പ്രോത്സാഹനമല്ലത്. അതുകൊണ്ട് അവർക്കൊരു 3 മാസത്തെ നല്ല വിദഗ്ധന്മാരുടെ കീഴിലുള്ള പരിശീലനം കൊടുക്കണം. എന്നിട്ട് വേണം അവർക്ക് എങ്ങനെയാണ് ഒരു പടത്തിന് ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത് ഉൾപ്പെടെയുള്ള സംഗതികൾ മുഴുവൻ അവർ മനസ്സിലാക്കിക്കണം. കാരണം വലിയ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്ന് പണം വാങ്ങി പണം എടുത്തവർക്ക് എല്ലാം കംപ്ലൈന്റ് ആണ്. അവർ വിചാരിച്ചിരിക്കുന്നത് ഈ പണം അവരിങ്ങനെ എടുത്ത് വെച്ച് തരും, കൊടുത്തു നമുക്ക് ഇവിടെ കൊണ്ടുപോയി പണം എടുക്കാമെന്ന്. അങ്ങനെയല്ല, അത് പറഞ്ഞ് മനസ്സിലാക്കണവരെ. ഇത് പബ്ലിക് ഫണ്ടാണ്, ജനങ്ങളുടെ നിന്ന് കരം പിടിച്ച പണമാണ് ഇത് ചെലവാക്കുന്നത്. മറ്റ് ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, അതിനൊക്കെ വേണ്ടി ചെലവാക്കാനുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ആരാണ് മൈക്ക് കൊടുത്തിട്ടുണ്ടോ ഇല്ല. അപ്പൊ നമുക്ക് തോന്നും പറഞ്ഞു വന്നു പോയി. അപ്പൊ നിർബന്ധമായിട്ട് അവർ ട്രെയിനിങ് കൊടുക്കണം. ഈ 1.5 കോടി കുറച്ചിട്ട് 50 ലക്ഷം ആക്കി 3 പേർക്ക് കൊടുക്കുക. ഇത് കൊമേഴ്ഷ്യൽ ഫിലിം എടുക്കാനുള്ള കാശല്ല, കൃത്യമായിട്ട് നല്ല സിനിമ എടുക്കാനുള്ള മുടക്കലാകാവും. വളരെ നിർബന്ധമാണ്. പുള്ളി ഇന്നും 1980-കളിൽ 90-കളിൽ നിന്നും ഒട്ടും അപ്ഡേറ്റഡ് ആയിട്ടില്ല. ഇന്നും പുള്ളി അവിടെ തന്നെ നിൽക്കുന്നത്. അത് പുള്ളിയുടെ ഇഷ്ടം, നിൽക്കണോ വേണ്ടെന്നുള്ളൂ. പക്ഷേ പബ്ലിക് സ്പേസിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പം ആൾക്കാർ വിമർശിക്കും. കാരണം SC/ST വിഭാഗക്കാർക്ക് മാത്രം എന്താ ഈ ട്രെയിനിങ്? പുള്ളിക്ക് വേണേൽ പറയാമായിരുന്നു എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ പുള്ളി SC/STയെ മാത്രം സ്പെസിഫൈ ചെയ്ത് പറയുന്നു. ആ വിഭാഗത്തിൽ തന്നെ എത്രയോ പേര് ഫിലിം ഡയറക്ഷനോട്ട് വന്നു, അവരൊക്കെ എത്രയോ ടാലന്റ് പ്രകടിപ്പിച്ചിരിക്കുന്നു. അവർക്കാർക്കും വിവരമില്ല, ബാക്കിയുള്ളവർക്കെല്ലാം വിവരം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? ഇന്ന് ഒന്നാമതായും ജാതിയും മതം എന്ന സാധനം തന്നെ എടുത്തുകളെ. കാരണം കാലഘട്ടം മാറി. പണ്ടങ്കാണ്ട് ആരണ്ടൊക്കെ വെച്ച് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളും വെച്ചുകൊണ്ട് ഇപ്പോൾ ഇരിക്കുകയാണ് നമ്മൾ. പിന്നെ ഈ SC/ST നമ്മൾ ഇന്ത്യൻ പൗരൻ, ഭാരതീയൻ, ഇന്ത്യക്കാരൻ, ഹിന്ദുസ്ഥാനി എന്നൊക്കെ നമുക്ക് പറയാം. ഈ SC/ST എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഈ SC/ST എന്ന് പറഞ്ഞ വിഭാഗം? സിനിമ ചെയ്യുന്ന വരുന്ന വ്യക്തിയെ കണ്ടാൽ മതിയില്ല, അയാളുടെ ജാതിയും മതവും കാണേണ്ട ആവശ്യമുണ്ടോ? ഒരാൾ സിനിമ ചെയ്യാൻ വരുന്നുണ്ട്, അയാൾക്ക് അതിനെക്കുറിച്ച് അറിയാവുന്ന അയാൾ എന്തൊക്കെ സ്റ്റെപ്സ് കഴിഞ്ഞിട്ടാണ് ഈ ഫണ്ട് അവരിലോട്ട് എത്തുന്നത്. തന്നെ അതാണ്ട് പിടിച്ചോ എന്നാ കൈവച്ചോ എന്നിട്ട് ആരും പൈസ എടുത്ത് തരുമല്ലോ. അത്രയും വായനാശീലവും ഒബ്സർവേഷനൊക്കെ ഉള്ള മനുഷ്യനല്ലേ ഇങ്ങനെ ഇപ്പോഴും ഈ ഒരു പഴഞ്ചൻ ചിന്താഗതിയായിട്ട് വന്നിട്ട് ഈ പട്ടികജാതിയാണെങ്കിലും ഉന്നത കുറ്റജാതനാണെങ്കിലും എല്ലാവരും മനുഷ്യൻ തന്നെയല്ലേ. ഈ തൊലി അങ്ങ് വലിച്ചു കീറി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെല്ലാം മാംസവും വെയിൻസും ബ്ലഡൊക്കെ ഇരിക്കും. അതിപ്പം പട്ടികജാതിയാണെങ്കിലും നമ്മുടെ ആണെങ്കിലും എന്താണെങ്കിലും എല്ലാവരുടെയും ഒന്ന് തന്നെയാണ്. മനുഷ്യനായിട്ട് കാണും. ഒന്നാമത് ഇതൊക്കെ എടുത്ത് ദൂരെ കാണാൻ സമയം കഴിഞ്ഞു. മനുഷ്യനായിട്ട് കണ്ടേ, ഇന്ത്യക്കാരനായിട്ട് കണ്ടാൽ മതി. എന്ത് മാനസികാവസ്ഥയാണെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ. ഈ മാനസികാവസ്ഥയും വെച്ചുകൊണ്ട് പുള്ളി ഈ ഫിലിം മേഖലയിൽ നിലനിൽക്കാതിരിക്കുക നല്ല, ബെസ്റ്റർ ക്വിറ്റ് ചെയ്ത് വീട്ടിൽ റെസ്റ്റ് എടുക്കുക നല്ല. ഒന്നാമത് ഇങ്ങനെയൊക്കെ സൈലന്റ് ആവേണ്ട സമയം കഴിഞ്ഞ് നമുക്ക് അറിയാൻ മേലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ സമൂഹത്തെക്കുറിച്ച് അറിയത്തില്ല, അല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് സംസാരിക്കണം. പ്രായപ്പെടുത്തുന്ന പ്രശ്നമല്ല, നമ്മൾ സമൂഹത്തിനെ ഒബ്സർവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, ഈഗോയും കോംപ്ലക്സ് ഒക്കെ വെച്ചുകൊണ്ട് സമൂഹത്തെ ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കില്ല. ഒരു പ്ലെയിൻ സ്പേസിൽ നമ്മൾ ഒബ്സർവ് ചെയ്യണം. പുള്ളി ഒരു കലാകാരനല്ലേ, പുള്ളി ഡയറക്ടറല്ലേ, പുള്ളിക്ക് ഇതുമായിട്ടും ഒരു സമൂഹത്തെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഈ സമൂഹം ഇത്രയും 1980-90 നിന്നൊക്കെ ഒരുപാട് മാറി. ഈ സിനിമ ചെയ്യുന്നിടത്ത് എന്തിനാണ് ഈ പട്ടികജാതി അല്ലാത്തവരെ, പട്ടികജാതിക്കാർക്ക് മാത്രം കോച്ചിങ്? എന്ത് കോച്ചിങ്? വളരെ മോശമാണ് അങ്ങനെ സംസാരിച്ചത്. പുള്ളി സപ്പോർട്ട് ചെയ്ത് പറയുന്ന ആൾക്കാരുണ്ട്, കാരണം അവർക്കൊക്കെ പുള്ളിയെ കൊണ്ട് ഇനി ആവശ്യമുണ്ട്. അതുകൊണ്ട്
അങ്ങനെയുള്ളവർ സപ്പോർട്ട് ചെയ്യാൻ വരും. പുള്ളിയുടെ സഹായം പൈപ്പറ്റിയവർ കാണും, പുള്ളി അവസാനം കൊടുത്തവർ കാണും, അവരിപ്പോൾ സപ്പോർട്ട് ചെയ്യും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നില്ല, എല്ലാവർക്കും സഹിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ആ പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ ഇന്ന് കേരളം വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് അടൂർ ഗോപാലകൃഷ്ണനെതിരായിട്ട് ഉയർന്നിരിക്കുന്ന വിവാദങ്ങൾ എന്ന് പറയുന്നത്. ഒന്നാമത്തെ വിവാദം അദ്ദേഹം ജാത്യാധിക്ഷേപം നടത്തി എന്നുള്ളതാണ്. പിന്നാക്കക്കാരെ, ദളിതരെ അധിക്ഷേപിക്കുന്ന ചില വാക്കുകൾ, പ്രസ്താവനകൾ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തി എന്നുള്ളതാണ് ഒന്നാമത്തെ ആക്ഷേപം. രണ്ടാമത്തെ ആക്ഷേപം അദ്ദേഹം സ്ത്രീകൾക്കെതിരായിട്ട് സ്ത്രീ വിരുദ്ധമായ ചില പരാമർശങ്ങൾ നടത്തി എന്നുള്ളതാണ്. ഈ രണ്ട് വിവാദങ്ങളാണ്, ഈ രണ്ട് പ്രസ്താവനകളാണ് സർജിക്കൽ സ്ട്രൈക്ക് ഇപ്പോൾ പരിശോധിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കറിയാമല്ലോ, മലയാള സിനിമയിൽ വലിയ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള വിഖ്യാത ചലച്ചിത്രകാരനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ഈ സിനിമയെന്ന് പറഞ്ഞാൽ അടിയും ഇടിയും വരഞ്ചുറ്റി പ്രേമവും ഒക്കെയാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മലയാളികളെ മോചിപ്പിച്ചുകൊണ്ട് മലയാള സിനിമയിൽ ഒരു നവതരംഗം സൃഷ്ടിക്കുന്നതിന് തുടക്കം കുറിച്ച ചലച്ചിത്ര സംവിധായകരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള ചിത്രങ്ങളൊക്കെ തന്നെയും മലയാള സിനിമയെ അന്താരാഷ്ട്ര രംഗത്ത് പ്രശസ്തമാക്കുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ള. ആ രീതിയിലൊക്കെ മലയാള സിനിമയ്ക്ക് ഏറ്റവും മികച്ച കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള സിനിമാ സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന കാര്യത്തിൽ ഒരു മലയാളിക്കും സംശയമുണ്ടാകില്ല. പക്ഷേ ഈ പറയുന്ന സിനിമ കോൺക്ലേവിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം വിവാദമാകുന്ന സാഹചര്യത്തിൽ അത് പരിശോധിച്ചേ മതിയാകൂ. യഥാർത്ഥത്തിൽ ഒരു മുതിർന്ന കലാകാരൻ, 19 വയസ്സ് പ്രായമുള്ള ഒരാൾ സിനിമയെ നന്നാക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ചില പ്രസ്താവനകൾ എന്ന നിലയ്ക്ക് വേണമെങ്കിൽ നമുക്ക് അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനയെ വിട്ടുകളയാമായിരുന്നു. അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയിൽ മാപ്പ് നൽകുകയും ചെയ്യാമായിരുന്നു. പക്ഷേ പ്രശ്നം വീണ്ടും അദ്ദേഹം വളരെ ശക്തമായി തന്നെ ആ പ്രസ്താവന ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു നിലപാടാണ്, അതൊരു സമീപനമാണ്. അങ്ങനെയാണെങ്കിൽ ആ പ്രശ്നം പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. നോക്കൂ, അദ്ദേഹം ആദ്യം പറഞ്ഞത് ഈ SC/ST വിഭാഗം, അതായത് ദളിത് വിഭാഗങ്ങൾക്ക് നൽകുന്ന സിനിമ നിർമ്മിക്കാനായി നൽകുന്ന ഗ്രാന്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഏതാണ്ട് 1.5 കോടി രൂപയോളം അതിന് സർക്കാർ നൽകുന്നുണ്ട്. ആ പണം 4 പേർക്കോ 3 പേർക്കോ ആയിട്ട് വിഭജിച്ച് നൽകണം എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമ നിർമ്മാണത്തിനായി പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്ന് കടന്നു വരുന്നവർക്ക് പരിശീലനം നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. 3 മാസത്തെങ്കിലും ഇന്റൻസ് ആയ പരിശീലനം നൽകണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് വളരെ വിചിത്രമായ ഒരു ന്യായമാണ്. അദ്ദേഹം പറയുന്നു, ഈ സിനിമാ നിർമ്മാണം നടത്താൻ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ലെൻസ് എന്താണെന്ന് അറിയാമോ, എഡിറ്റിംഗ് അറിയാമോ, ലൈറ്റിംഗ് അറിയാമോ, ഇതൊക്കെ ഒന്ന് പരിശോധിക്കപ്പെടണ്ടേ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. നോക്കൂ, ഈ ലെൻസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കുട്ടികൾ ഇന്ന് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സിനിമ ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മൊബൈൽ ഇൻഡസ്ട്രി ലോകത്ത് ആദ്യം തകർത്ത വ്യവസായം എന്ന് പറയുന്നത് ക്യാമറ വ്യവസായത്തെയാണ്. യഥാർത്ഥത്തിൽ കൊടാക്ക് പോലെയുള്ള ലോകോത്തര ക്യാമറ നിർമ്മാതാക്കളൊക്കെ ബാങ്കറപ്റ്റ് ആയി പോയി ഈ പറയുന്ന മൊബൈൽ ഫോൺ വന്നതോടുകൂടി. ആ അർത്ഥത്തിൽ വലിയ സാങ്കേതിക വിദ്യയിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ലെൻസ് എന്താണെന്ന് അറിയാമോ, എഡിറ്റിംഗ് എന്താണെന്ന് അറിയാമോ, ലൈറ്റിംഗ് എന്താണെന്ന് അറിയാമോ എന്നൊക്കെ പരിശോധിക്കണം, അതിനൊക്കെ പരിശീലനം നൽകണം അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നത്. അദ്ദേഹത്തിന് ഈ സാങ്കേതിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള പുരോഗതിയെയും പുതിയ ജനറേഷനെയും കുറിച്ചുള്ള അറിവില്ലായ്മ തന്നെയാണ് അതിൽ പ്രകടമായിരിക്കുന്നത്. മറ്റൊരു കാര്യം, 1.5 കോടി രൂപ നൽകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ 1.5 കോടി രൂപ എന്നൊക്കെ പറയുന്ന ഒരു വലിയ തുകയായി ഇപ്പോഴും അദ്ദേഹം സംഘടിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നതാണ്. ഞാനൊരു തമാശ പറയാം, ഒരു ഉദാഹരണം പറയാം. നോക്കൂ, 1989 രാജീവ് ഗാന്ധി സർക്കാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയി. ആ പരാജയപ്പെട്ടു പോയതിന്റെ കാരണം എന്ന് പറയുന്നത് ആ സർക്കാരുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വലിയ വിവാദമാണ്. ആ വിവാദത്തിന്റെ പേരാണ് ബോഫോഴ്സ് തോക്കിടപാട് അഥവാ ബോഫോഴ്സ് വിവാദം എന്ന് പറയുന്നത്. ആ ബോഫോഴ്സ് വിവാദത്തിൽ യഥാർത്ഥത്തിൽ ഒരു കിക്ക് ബാക്ക് നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഴിമതി ആക്ഷേപമായിട്ട് വരുന്നത്. അതായത് കൈക്കൂലി നൽകിയിരിക്കുന്നു ആ തോക്കിടപാടിൽ. എത്ര കോടി രൂപയുടെ അഴിമതി ആക്ഷേപമാണ് അത് എന്ന് നിങ്ങൾക്കറിയാമോ? 64 കോടി രൂപയുടെ അഴിമതി ആക്ഷേപമാണ് രാജീവ് ഗാന്ധിക്കെതിരായിട്ടുണ്ടായത്. നോക്കൂ, 64 പൈസയുടേതാണെങ്കിലും 64 കോടി രൂപയുടേതാണെങ്കിലും അഴിമതി തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്കാം എന്ന് പറയുന്നത് 2G സ്പെക്ട്രം സ്കാം ആയിരുന്നു. 2G സ്പെക്ട്രം അഴിമതി എത്ര കോടി രൂപയുടേതാണെന്ന് പ്രേക്ഷകർക്ക് അറിയാമല്ലോ. 2 ലക്ഷം കോടി രൂപയുടെ അഴിമതിയാണ് 2G സ്പെക്ട്രം അഴിമതി എന്ന് പറയുന്നത്. അപ്പോൾ അഴിമതിയുടെ സ്കെയിലിൽ തന്നെ വലിയ മാറ്റം വന്നിരിക്കുന്നു. 64 കോടി രൂപ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ചെറിയൊരു തുകയായി മാറിയിരിക്കുന്നു. അപ്പോഴാണ് 1 കോടി രൂപ 1.5 കോടി രൂപയുടെ പേരിലൊക്കെ ഈ അടൂർ ഗോപാലകൃഷ്ണൻ വലുതായിട്ട് വേവലാതിപ്പെടുന്നത്. പോട്ടെ, അതെന്ത് പാട്ടെ, നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ SC/ST വിഭാഗങ്ങൾക്ക് നൽകുന്ന ഗ്രാന്റ് തന്നെയാണ് വിഷയം. അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ SC/ST നിന്ന് വരുന്ന ആളുകൾ ഈ പറയുന്ന ദളിത് ഇമേജ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ദളിത് എന്ന് പറയുന്ന ബാനറിൽ പല കാര്യങ്ങളും അനാവശ്യമായി നേടിയെടുക്കുന്നു എന്ന ആക്ഷേപം പൊതുസമൂഹം രഹസ്യമായി പങ്കുവെക്കുന്നുണ്ട്. അതൊരു സവർണ്ണ മനസ്സാണ്, അതൊരു സവർണ്ണ സമീപനമാണ്. ഈ വിഭാഗങ്ങൾ ദളിത് ഐഡന്റിറ്റി പറഞ്ഞുകൊണ്ട് പലതും തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നു. മുന്നാക്കക്കാർക്ക് കിട്ടേണ്ട പല അവകാശങ്ങളും ഇപ്പോൾ ന്യൂനപക്ഷങ്ങളും ദളിതന്മാരും ഒക്കെ തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണല്ലോ വലിയ രാഷ്ട്രീയ വിവാദമാക്കി മാറ്റിക്കൊണ്ട് പലരും രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു സവർണ്ണ സമീപനം ഒരു പൊതുവേദിയിൽ നിന്ന് അടൂർ ഗോപാലകൃഷ്ണനെ പോലെ സമുന്നതനായ ഒരു കലാകാരൻ പറയുന്നത്. അത് നമ്മൾ വെറുതെ വിട്ടുകൂടാ. ഈ പിന്നാക്കക്കാരൊക്കെ എന്താ പറയുക, കഴിവില്ലാത്തവരും അറിവില്ലാത്തവരുമാണ് എന്നൊരു സമീപനം, ആ സമീപനത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് യഥാർത്ഥത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, ഈ സംസ്ഥാനത്ത് സംവരണം നടത്തിയുള്ള സംസ്ഥാനമാണിത്. ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സംവരണം ലഭിക്കുന്ന ആർക്കാണെന്ന് അറിയാമോ? ഈഴവ വിഭാഗത്തിന് 14% ഈഴവർക്കുള്ള സംവരണം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങൾക്കാണ് 11% മുസ്ലിങ്ങൾക്ക് സംവരണം ലഭിക്കുന്നത്. ഈ പിന്നോക്കക്കാരന് അധസ്ഥിതന് ദളിതന് കിട്ടുന്ന സംവരണം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? എത്രയാണെന്ന് അറിയാമോ? പട്ടികജാതി പട്ടികവർഗത്തിന് കിട്ടുന്ന സംവരണം എന്ന് പറയുന്നത് കേവലം 8% മാത്രമാണ്. അപ്പോഴാണ് സംവരണത്തിന്റെ പേരിൽ പലതും ഇവർ തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്നൊരു ആക്ഷേപം ഉന്നയിക്കുന്നത്. എന്തുമാകട്ടെ, ഈ പറയുന്ന പിന്നാക്കക്കാരോടുള്ള സമീപനം എന്ന് പറയുന്നത് അവർ ഈ കാര്യത്തിലൊന്നും വലിയ വിവരമില്ലാത്ത ആളുകളാണ്. അവർക്ക് പൈസ ഒക്കെ കൊടുക്കുമ്പോൾ ക്യാമറ എന്താണെന്ന് അറിയാമോ, ലൈറ്റിംഗ് എന്താണെന്ന് അറിയാമോ, എഡിറ്റിംഗ് എന്താണെന്ന് അറിയാമോ എന്നൊക്കെ പരിശോധിക്കണമെന്ന് പറയുന്നത് ഒരു സവർണ്ണ മനസ്സിന്റെ പ്രതിഫലമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇത് ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ലെന്നേ. അടൂർ ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ടല്ലോ, KR നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാമല്ലോ, പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് പഠിച്ച് വളർന്നു വന്ന ഇന്ത്യയുടെ രാഷ്ട്രപതിയായ മഹാമനുഷ്യനാണ് KR നാരായൺ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം മലയാളികളെ സംബന്ധിച്ച് എക്കാലവും അഭിമാനമാണ്, ഈ അഭിമാനമായിരിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ പേരിലാണ് കോട്ടയത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ പറയുന്ന സിനിമാ നിർമ്മാണം പഠിപ്പിക്കുന്നതിനായിട്ട് രൂപീകരിച്ചത്. അതിന്റെ അധ്യക്ഷനായിട്ട് അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു. നിശ്ചയമായി അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഒരു പ്രതിഭാധനം തന്നെയാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനായി വരേണ്ടത്. പക്ഷേ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് വിവാദം ഉണ്ടായല്ലോ. ആ വിവാദം എന്തായിരുന്നു? സംവരണ നിയമങ്ങൾ അട്ടിമറിക്കുന്നു എന്നതാണ്. അതായത് സംവരണം ലഭിക്കാൻ യോഗ്യരായ വിദ്യാർത്ഥികൾക്ക് അവിടെ സീറ്റ് ഒഴിവുണ്ടായിട്ടും കട്ട്
കട്ട് ഓഫ് മാർക്ക് നൽകുന്നില്ല എന്ന പേരിൽ അഡ്മിഷൻ നടത്താതിരുന്നു. അതേ സംബന്ധിച്ച് കുറ്റപത്രം നൽകിയതാണെന്നറിയാമോ? സർക്കാർ തന്നെ അന്വേഷണ സമിതിയെ നിയോഗിച്ച സമിതി പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടിലാണ് ഈ സംവരണ തത്വങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുന്ന കാര്യം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുപോലെ അവിടുത്തെ ഡയറക്ടറായിരുന്ന ആള് ഒരു പിന്നാക്ക ജാതിക്കാരനെ കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെ കക്കൂസ് കൈകൊണ്ട് കഴുകിച്ചു എന്നൊരു വിവാദമുണ്ട്. ആ വിവാദത്തിന് കാലമുണ്ടെന്ന് അന്വേഷണ സമിതി കണ്ടെത്തിയിട്ടുണ്ട്. ആ ഡയറക്ടർ രാജിവെച്ചപ്പോഴേ അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രാജിവെച്ചയാളാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അപ്പൊ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതൊരു സമീപനത്തിന്റെ പ്രശ്നമാണ്, ഇതൊരു സവർണ്ണ മനസ്സിന്റെ പ്രശ്നമാണ്. ആ സവർണ്ണ മനസ്സ് ചോദ്യം ചെയ്യപ്പെട്ടേ മതിയാകൂ. പിന്നാക്കക്കാരിൽ നിന്ന് വരുന്നവർ, അധസ്ഥരായിട്ടുള്ള ആളുകൾ, അവർക്ക് അത്ര കഴിവില്ല എന്ന് പറയുന്ന ഈ അടൂർ ഗോപാലകൃഷ്ണനോ അദ്ദേഹത്തിന്റെ കൂടി ശുപാർശ പ്രകാരമാണ് ദേശീയ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ NFDC ഉണ്ടായത്. ആ NFDC ഒട്ടേറെ സിനിമകൾക്ക് സംഭാവനകൾ നൽകുന്നുണ്ടല്ലോ, ഗ്രാന്റ് നൽകുന്നുണ്ടല്ലോ. അത് പുതുക്കോട്ടയിലാണ് കേട്ടോ. ആ പുതുക്കോട്ടയിൽ ഗ്രാന്റ് നേടി സിനിമാ നിർമ്മാണം നടത്താൻ വരുന്ന ആളുകൾക്ക് പരിശീലനം കൊടുക്കണം അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നില്ലല്ലോ. ഇവിടെയാണ് ഇരട്ടത്താപ്പ്. NFDCയുടെ ഗ്രാന്റ് ജമ്മക്കോട്ടയിലാണ്. അവിടെ വരുന്നവരൊക്കെ കഴിവുള്ളവരായിരിക്കും. പക്ഷേ സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ഗ്രാന്റ് വാങ്ങിക്കാൻ വരുന്ന ഈ പിന്നാക്കക്കാരുണ്ടല്ലോ, ഈ ദളിതരുണ്ടല്ലോ, ഈ അധസ്ഥരുണ്ടല്ലോ, അവന്റെ കഴിവൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് എന്നൊരു മുൻനിശ്ചയ പ്രകാരമുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സവർണ്ണ മനസ്സിന്റെ പ്രതിഫലനമല്ലാതെ മറ്റൊന്നുമല്ല. അത് അങ്ങേയറ്റം അപലപനീയമാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ രണ്ടാമത്തെ ഒരു വിവാദം കൂടിയുണ്ട്. അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടാണ്. ഈ സ്ത്രീകൾക്കിടയിൽ വരുന്ന സംവിധായകർക്കും സിനിമയൊക്കെ നിർമ്മിക്കാൻ കഴിവുള്ളവരാണോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ സവർണ്ണ മനസ്സിന്റെ തുടർച്ചയാണ്. അത് ഒരു ഫ്യൂഡൽ മാനസികാവസ്ഥയാണ്. യഥാർത്ഥത്തിൽ ഫ്യൂഡൽ കാലത്ത് സ്ത്രീകളെ കണ്ടത് എങ്ങനെയാണ്? ആ സ്ത്രീകളെ കണ്ടത് സ്ത്രീകളൊന്നും സിനിമയിലൊന്നും വരാൻ പാടില്ല. നമുക്കറിയാലോ, PK റോസി മലയാളത്തിലെ ആദ്യത്തെ സിനിമയാണ് വിഗതകുമാരൻ. ആ വിഗതകുമാരന്റെ അഭിനേത്രിയാണ് PK റോസി. PK റോസിയെ റൗഡികൾ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടുണ്ട്. സിനിമയിൽ അഭിനയിച്ചു സ്ത്രീ എന്ന കാരണത്താൽ ചാലക്കമ്പോളത്തിൽ വെച്ച് വസ്ത്രാക്ഷേപത്തിന് വിധേയമായിട്ടുണ്ട് PK റോസി. എന്ന് മാത്രമല്ല, ഒരു സവർണ്ണജാതി കഥാപാത്രത്തെയാണ് ഈ PK റോസി അവതരിപ്പിച്ചത് എന്നതുകൊണ്ട് അവർക്കെതിരെ വലിയ എന്താ പറയാ, അവരെ മർദ്ദിക്കാൻ വരെ തയ്യാറായ ഒരു സമൂഹമാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തേക്ക് കടന്നാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. സ്ത്രീകൾക്ക് വലിയ പ്രാതിനിധ്യം കൊടുക്കുന്ന ആധുനിക ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കുമ്പോഴാണ് അവരെ അബലകളും ദുർബലകളുമായി കാണുന്നത്. മാത്രമല്ല, അവിടെ പ്രതിഷേധിച്ച പെൺകുട്ടിയെ കുറിച്ച് ഇന്ന് കൂടി അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് എന്താണ്? ഷീ ഈസ് ആൻ അൺനോൺ എൻറ്റിറ്റി എന്നാണ്. നോക്കൂ, പുഷ്പവതി എന്ന് പറയുന്ന പെൺകുട്ടി, അവര് ഈ പറഞ്ഞ കേരള സംഗീത നാടക അക്കാദമിയുടെ ഉപാധ്യക്ഷയാണ്. എന്തുമാകട്ടെ, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് താഴെ ജീവിക്കുന്ന എല്ലാ മൗലിക അവകാശങ്ങളും തുല്യതാ അവകാശങ്ങളുമുള്ള ഒരു സിറ്റിസൺ ആണ് പുഷ്പവതി. അവരെ കുറിച്ചാണ് പറയുന്നത് ഷീ ഈസ് ആൻ അൺനോൺ എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഈ അർത്ഥത്തിലൊക്കെ സവർണ്ണ മനസ്സിന്റെ പ്രകാശനം തന്നെയാണ്, ഫ്യൂഡൽ മനസ്സിന്റെ പ്രകാശനം തന്നെയാണ് യഥാർത്ഥത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രസ്താവനകളെ നമുക്ക് നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള പ്രസ്താവനകളോട് സമൂഹം ജാഗരൂകമായിരിക്കണം എന്ന കാര്യത്തിലും സംശയം. മാത്രമല്ല, തൊഴിലാളികളോട് അദ്ദേഹത്തിന്റെ സമീപനം എന്താ? തുടർച്ചയാണ്. ഈ ഫ്യൂഡൽ മനോനിലയുടെ, സവർണ്ണ മനോനിലയുടെ തുടർച്ചയാണ്. ഇവിടുത്തെ ചാലയിലെ ചുമട്ടുതൊഴിലാളികളൊക്കെയാണ് ഈ പറയുന്ന വലിയ ഫെസ്റ്റിവലുകളിലേക്ക് ഇടിച്ചു കയറി വരുന്നത്. അവരൊക്കെ ഈ പറയുന്ന ലൈംഗിക കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട്, സിനിമയിലെ ലൈംഗികത ആസ്വദിക്കാൻ വേണ്ടി വരുന്നവരാണ്. ഈ തൊഴിലാളികളോടുള്ള സമീപനം എന്താണ്? ഞാനൊരു കാര്യം പറയാൻ കേട്ടോ, ഈ കശുവണ്ടി തൊഴിലാളികൾ ധാരാളമായി പണിയെടുത്തിട്ട് ആ തൊഴിലിൽ നിന്ന് ലാഭമുണ്ടാക്കിയ ഒരു മുതലാളിയാണ് ഈ പറയുന്ന അടൂർ ഗോപാലകൃഷ്ണൻ മിക്ക സിനിമയും നിർമ്മിച്ചിട്ടുള്ളത്. അദ്ദേഹം നല്ല മികച്ചൊരു കലാകാരൻ, കലാ താല്പര്യമുള്ള ആളായിരുന്നു രവീന്ദ്രനാഥൻ നായർ. അദ്ദേഹമാണ് ഈ പറഞ്ഞ കശുവണ്ടി തൊഴിലാളികളുടെ അധ്വാനത്തിൽ ഉണ്ടാക്കിയ ലാഭം കൊണ്ടാണ് പല അടൂർ ഗോപാലകൃഷ്ണൻ സിനിമകളും ഉണ്ടായത് എന്ന കാര്യം അടൂർ ഗോപാലകൃഷ്ണൻ മറക്കരുത്. ആ അർത്ഥത്തിലൊക്കെ അങ്ങേറ്റം സവർണ്ണമായ മാനസികാവസ്ഥയുടെ പ്രകാശനം തന്നെയായിരുന്നു ഈ പറയുന്ന അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന എന്നതിൽ സംശയമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പൊതുവായി ബലപ്പെട്ടു വരുന്ന ഈ സവർണ്ണ ബോധമുണ്ടല്ലോ, ആ സവർണ്ണ ബോധം എന്ന് പറയുന്ന അങ്ങേറ്റം അപകടകരമാണ്. നോക്കൂ, ഒരു പിന്നോക്കക്കാരിയായ സ്ത്രീ, കുറവ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ, ആ സ്ത്രീ ജോലി ചെയ്തിരുന്ന സെക്രട്ടേറിയറ്റിൽ അവർ ട്രാൻസ്ഫർ ആയി പോയപ്പോൾ അവരുടെ മേശയും കസേരയും എടുത്തുമാറ്റി അവിടെ ശുദ്ധികലശം നടത്തിയ സമൂഹമാണ് നമ്മുടേത്. ആ കാര്യം നമ്മൾ മറക്കരുത്. ഒരു പുളിനകം സുരേഷ് ഗോപി ഉപയോഗിക്കുമ്പോൾ നമുക്കാർക്കും സംശയമില്ല, പക്ഷേ വേടൻ പുളിനകം ഉപയോഗിക്കുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാവുന്നു. ഈ രീതിയിൽ രണ്ട് നീതിയാണ് കേട്ടോ പിന്നാക്കക്കാരനോടും സവർണ്ണനോടും ഉള്ളത്. ആ രീതിയിലൊക്കെ നവോത്ഥാനം പറയുകയും ഒപ്പം തന്നെ തൊട്ടുകൂടായ്മ മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഹിപ്പോക്രാറ്റുകളായിട്ട് നമ്മൾ മാറുന്നു. ആ ഹിപ്പോക്രസിയുടെ ഒരു പ്രതിഫലനമാണ്, പുറത്തേക്കുള്ള ചാട്ടമാണ് യഥാർത്ഥത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം നടത്തിയത്. അയാളത് അങ്ങനെ പറയാൻ പാടില്ല. ഒരു പബ്ലിക് സ്പേസ് എന്നാ പറയുന്നത് ഓർക്കണം. എന്താണെങ്കിലും വിമർശനം ഉണ്ടാവും. ഒരു വിഭാഗത്തെ ഇങ്ങനെ എടുത്തു പറയുമ്പം സ്വാഭാവികമായിട്ട് അത് വിഷമം ഉണ്ടാക്കും. യൂട്യൂബ് എടുത്ത് നോക്കിയാൽ നമുക്ക് ഫിലിം ഡയറക്ഷൻ പഠിക്കാം, നമുക്ക് ഫിലിം ഷോർട്സ് പഠിക്കാം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പഠിക്കാം. പിന്നെ ഇതൊക്കെ എങ്ങനെ എടുത്തു വെക്കുന്നു എന്നുള്ളതാണ്. ഡയറക്ടർമാർ എടുത്തു വെക്കുന്ന പടങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇപ്പൊ ശങ്കർ തന്നെ എത്ര പടങ്ങൾ നമ്മൾ അയക്കുന്ന ഡയറക്ഷൻ അറിയാൻ പറ്റുന്നുണ്ടോ? അയാളെ എക്സ്പീരിയൻസിൽ എത്തുന്നുണ്ടോ? അയാളെ ആദ്യമായിട്ടാണ് സ്ക്രിപ്റ്റ് കാണുന്നത്. സിനിമ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ മനസ്സിലാണ് വേണ്ടത്, അവന്റെ ഉള്ളിലാണ് വേണ്ട സിനിമ. അത് എങ്ങനെ എടുത്തു ഫലിപ്പിക്കുന്നു, അതെങ്ങനെ പബ്ലിക്കുമായിട്ട് അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, സിനിമ പറയുന്ന കാര്യങ്ങൾ അവർക്ക് എങ്ങനെ അത് ഡൈജസ്റ്റ് ആകുന്നു, അവിടെയാണ് ആ പടത്തിന്റെ സക്സസ് വരുന്നത്. പുള്ളി എടുത്തു പറഞ്ഞുകൊണ്ടാണ് പ്രശ്നം പറ്റുക. അല്ലെ എല്ലാവരും ഈ മേഖലയിലോട്ട് വരുന്നവർ ഇതിനെക്കുറിച്ച്, ഒന്നാമത് ഈ മേഖലയിലോട്ടൊക്കെ വരുന്നവർ ഇതിനെക്കുറിച്ചൊക്കെ അത്യാവശ്യം പഠിച്ചതിന് ശേഷം ആരുടെയൊക്കെ കൂടെ നിന്ന്, അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കി ഫിലിം ഡയറക്ഷൻ പഠിപ്പിച്ചിരിക്കുന്ന കോഴ്സുകളുണ്ട്, അത് നോക്കി പഠിച്ച്. അല്ലാതെ ചുമ്മാ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി വന്ന് ഞാൻ സിനിമ എടുക്കാൻ പോവാണ്, ഒരു 1.5 കോടി ഇതാണോ ഞാൻ ആരും വന്ന് അവിടെ കൈ നീട്ടാറില്ല. അങ്ങനെ കൈ നീട്ടുന്നവർക്ക് ആർക്കും അവിടെ കൊടുക്കാറുമില്ല. ഇത് ഇൻസൾട്ട് ചെയ്ത് നമ്മുടെ ഈഗോയും കോംപ്ലക്സും പബ്ലിക്കിലോട്ട് ഇറക്കി വിടുമ്പം പബ്ലിക് പ്രതികരിക്കും. അവരാരും കുറ്റം ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ആ വിമർശനം നമ്മൾ ഏറ്റെടുക്കുക. ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് സംസാരിക്കുക. എന്താ പറയുന്നത്, എവിടെയാ പറയുന്നത്, എങ്ങനെയാ പറയുന്നത്, എപ്പോഴാണ് പറയേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊരു സ്വയബോധം വേണം. വെറുതെ പോയി അതും ഇതൊക്കെ പോയി പറയാൻ പോയി കഴിഞ്ഞാൽ മനുഷ്യൻ പ്രതികരിക്കും. പഴയ കാലഘട്ടമല്ല, സോഷ്യൽ മീഡിയ യുഗമാണ്. ഇങ്ങനെ കയറി പറഞ്ഞ് ഏറിയെന്ന് നേരെ മോളിപ്പോയി സ്പേസ് വരെ ചിലപ്പോൾ എത്തിന്നിരിക്കും. പിന്നെ ഇറങ്ങാൻ ചിലപ്പോൾ സമയമെടുക്കും. അടൂരിന്റെ പരാമർശത്തിൽ പ്രതിഷേധ മാലിക്കത്തുമ്പോഴാണ് കേസെടുക്കാനാകില്ലെന്ന നിയമോപദേശം. കേസെടുക്കണമെന്നാവശ്യപ്പെട്ട മ്യൂസിയം പോലീസിൽ പരാതി നൽകിയത് ദളിത് ആക്ടിവിസ്റ്റ് ദിനുവേൽ. പിന്നോക്കക്കാരെ മുഴുവൻ അടൂർ കള്ളന്മാരും കൊള്ളക്കാരുമായി ചിത്രീകരിക്കുന്നുവെന്നായിരുന്നു പരാതി. ഇതിലാണ് പോലീസ് നിയമോപദേശം തേടിയത്. സിനിമാ നയരൂപീകരണ പരിപാടിയിൽ വെച്ച നിർദ്ദേശത്തിന്റെ പേരിൽ കേസെടുക്കാനാകില്ലെന്നാണ് ഉപദേശം. ഫണ്ട് കൊടുക്കുന്നത് ശരിയല്ലെന്നും അത് നിർത്തണമെന്ന് പറയുന്നില്ലെന്നുമാണ് APP മനു കല്ലമ്പള്ളി ചൂണ്ടിക്കാട്ടുന്നത്. സിനിമയെടുക്കാൻ പണം കൊടുക്കും മുൻപ് പരിശീലനം വേണമെന്ന പരാമർശമാണ് വലിയ വിവാദത്തിലായത്. എന്നാൽ അത് കഴിവ് മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശമായി കണക്കാക്കാനാകൂ എന്നാണ് ഉപദേശം. ഈ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് SC/ST കമ്മീഷനും റിപ്പോർട്ട്
റിപ്പോർട്ട് നൽകും. നിയമോപദേശത്തിന്റെ വിവരം പോലീസ് അറിയിച്ചിട്ടില്ലെന്ന് പരാതിക്കാരൻ ദിനുവേൽ. അത് നൽകുന്ന സന്ദേശം തീർച്ചയായും സമൂഹത്തിലേക്ക് തെറ്റായിട്ടുള്ള സന്ദേശമായിരിക്കും. കേസെടുക്കാൻ കഴിയില്ലെന്നും അതിന്റെ കൃത്യമായ കാരണങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്ത് അടുത്ത ഘട്ടം ആലോചിക്കുന്നതാണ്. അടൂരിനെതിരെ WCCയും നിസയും അന്വേഷിയും വനിതാ കമ്മീഷന് പരാതി നൽകി. സർക്കാർ പരിപാടികളിൽ നിന്ന് അടൂരിനെ മാറ്റി നിർത്തണമെന്നും അടൂരിന്റേത് സ്ത്രീ വിരുദ്ധ പരാമർശമാണെന്നും ഗായിക പുഷ്പവതിയെ അപമാനിച്ചെന്നുമാണ് പരാതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. ടേക്ക് കെയർ.